പുഷ്പൻ എന്ന ഈ നാടിന്റെ പ്രിയപ്പെട്ടവന്, പാർട്ടിയുടെ പ്രിയപ്പെട്ടവന് അവർ അന്ത്യയാത്രയേകുകയാണ്. പുഷ്പൻ ചിന്തിയ ഓരോ തുള്ളിച്ചോരയും അവർ ചേർത്ത് വെക്കുകയാണ് പുതുതലമുറയ്ക്ക്. പുഷ്പൻ എന്ന വിപ്ലവകാരിയുടെ ജീവിതത്തിന്റെ മൂല്യങ്ങളെ പകർന്നു നൽകാൻ ഒരുപക്ഷെ ഇനി വരാൻ പോകുന്ന തലമുറ വിശ്വസിച്ചു എന്ന് വരില്ല. ഇത്രമേൽ ആഴത്തിൽ ഒരു മനുഷ്യൻ പോലീസിന്റെ തോക്കുകളെ പോലും അതിജീവിച്ച്, അതിൽ നിന്നും പാഞ്ഞു വന്ന വെടിയുണ്ടകളെ പോലും തോൽപ്പിച്ച് നീണ്ട 30 വർഷക്കാലം ആ ആശയത്തോട്, അത്തരത്തിൽ ക്രൂരമായ ഒരു മനോഭാവത്തോട് പൊരുതി ഈ ലോകത്തിൽ ജീവിച്ചു എന്നുള്ളത് വരും തലമുറയ്ക്ക് ഒരത്ഭുതമായിരിക്കും. ആ നിലയിൽ ഒരു പാഠപുസ്തകമായിരിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചരിത്രത്തോടും കാലത്തോടും സംവദിക്കാനുള്ള 1000 ആശയങ്ങളെ, 1000 ദിവസങ്ങളെ ബാക്കി വെച്ചുകൊണ്ടാണ് പുഷ്പൻ എന്ന വിപ്ലവകാരി അയാളുടെ അന്തിമയാത്രയ്ക്ക് ഒരുങ്ങുന്നത്. അവിടെ കൂടി നിൽക്കുന്ന ഓരോ മനുഷ്യരും പുഷ്പൻ കൊടുത്തിട്ടുള്ള ആവേശം ഒട്ടും ചെറുതല്ല. അവരുടെ ഓരോ പോരാട്ടങ്ങൾക്കും പുഷ്പൻ പകർന്നു നൽകിയിട്ടുള്ള ആവേശം അത് സമാനതകളില്ലാത്തതാണ്, പകരം വയ്ക്കാനില്ലാത്തതാണ്. പുഷ്പന് പകരമാകാൻ മറ്റൊരാൾക്കും കഴിയാത്തത് കൂടിയാണ്. അത്രമേൽ ആഴത്തിലായിരുന്നു കൂത്തുപറമ്പിലെ ആ സമരദിനങ്ങളിൽ പുഷ്പൻ ഉൾപ്പെടെയുള്ള സമരസഖാക്കൾ ആ ദിവസങ്ങളെ അതിജീവിച്ചത്, ആ സമരത്തെ നേരിട്ടത്, പോലീസിന്റെ നരനായാട്ടിനെ അതിജീവിച്ചത്. അങ്ങനെയൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്നുള്ളത് ഒരുപക്ഷെ വർഷങ്ങൾ കഴിയുമ്പോൾ, കാലങ്ങൾ കഴിയുമ്പോൾ നമ്മൾ അത്ഭുതം കൂറി പുഷ്പന്റെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരും. അങ്ങനെ നോക്കേണ്ടി വരുമ്പോൾ ആ പുഷ്പൻ ഒരു സ്മാരകമായി ഈ ഭൂമിയിൽ ഉണ്ടാകണം എന്നുള്ള നിശ്ചയദാർഢ്യം കൂടിയാണ് പുഷ്പന് വേണ്ടി ഇങ്ങനെ പ്രത്യേകം ഒരു ശവസംസ്കാര കേന്ദ്രമൊരുങ്ങാൻ, അത് പിന്നീട് ഒരു സ്മാരകമായി ഉയരാൻ കാരണം. അത് കാലത്തിൻ്റെ ആവശ്യമാണ്, ചരിത്രത്തിൻ്റെ ആവശ്യമാണ്, വർത്തമാനകാല ദിനങ്ങളുടെ ആവശ്യമാണ്. അതിനൊരുപാട് കാര്യങ്ങൾ ഇനി വരുന്ന എത്രയോ തലമുറകളോട് സംവദിക്കാനുണ്ട്. പുഷ്പൻ അങ്ങനെ മഹത്തായ രക്തസാക്ഷിയായി, അണയാത്ത താരകമായി ഈ നാട്ടിൽ ജ്വലിക്കേണ്ടതുണ്ട്, നമ്മുടെ ഓർമ്മകളിൽ ജ്വലിക്കേണ്ടതുണ്ട്. ഒരു സമയം പോലും, ഒരിടത്ത് പോലും, ഒരു തവണ പോലും തൻ്റെ നാവ് വലതുപക്ഷ ശക്തികളുടെ പ്രേരണയാൽ വലതുപക്ഷത്തേക്ക്, വലത് ഇടത്തേക്ക് ഒരു തവണ പോലും ചലിപ്പിക്കാതെ അത്രമേൽ ആഴത്തിൽ പാർട്ടിയെ സ്നേഹിച്ച പുഷ്പനെ പോലെ ഒരാൾക്ക് പാർട്ടി അർഹിക്കുന്ന തരത്തിലുള്ള യാത്രയയപ്പ് നൽകുകയാണ്. ആ നിലയിലാണ് കഴിഞ്ഞ 30 വർഷക്കാലവും പുഷ്പൻ പാർട്ടിക്ക് വേണ്ടി ജീവിച്ചത്. കുറച്ചുകൂടി തെളിമയോടെ പറഞ്ഞാൽ അടിമുടി പാർട്ടിയായിരുന്നു ഒരു മനുഷ്യൻ. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതുപോലെ എന്തായിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന ചോദ്യത്തിന് ഒരു സംശയവും കൂടാതെ വരും കാല ചരിത്രത്തോട് നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാവുന്ന ഒരു മനുഷ്യൻ. പുഷ്പന്റെ ജീവിതം ആ നിലയിലായിരുന്നു, പുഷ്പന്റെ സമരം ആ നിലയിലായിരുന്നു, പുഷ്പൻ ആ സമരത്തെ അതിജീവിച്ചത് ആ നിലയിൽ കൂടിയായിരുന്നു. ഈ നാട്ടിലെ, ഈ ലോകത്തിലെ, ഈ പ്രപഞ്ചത്തിലെ ഓരോ രക്തസാക്ഷിയും അതിശയിപ്പിക്കുമാർ ആഴത്തിൽ മരണത്തെ അതിജീവിച്ചു വന്ന പുഷ്പൻ, ആ പുഷ്പന്റെ 30 വർഷം നീണ്ട ജീവിതയാത്ര ഈ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തോട് മനസ്സുകൊണ്ട് ചേർന്ന് നിൽക്കുന്ന ഓരോ വ്യക്തിക്കും നൽകിയിട്ടുള്ള ആവേശം ചെറുതല്ല. അത് ഇനിയും എത്രയോ തലമുറകൾക്ക് അതേ ആവേശം പകർന്നു നൽകാനിരിക്കുന്നു. ഒരു വേള പല കാര്യങ്ങളോടും സന്ധി ചെയ്യാൻ തോന്നുന്ന സമയത്ത്, സംശയം തോന്നുന്ന സമയത്ത് ഇതുപോലെയുള്ള മനുഷ്യരും ഈ പാർട്ടിക്ക് വേണ്ടി, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഈ നാട്ടിൽ ജീവിച്ചിരുന്നു എന്നുള്ളത് അത്ഭുതത്തോടെ, അതിശയത്തോടെ നമ്മൾ ഓർക്കേണ്ടി വരും. അതാണ് പുഷ്പൻ. ആ ഓർമ്മയ്ക്ക് ഒരൊറ്റ പേരാണ് പുഷ്പൻ എന്ന ഒരൊറ്റ പേര്. അത്രമേൽ ആഴത്തിൽ ആ മനുഷ്യൻ തൻ്റെ 30 വർഷക്കാലത്തെ ജീവിതത്തെ ആ പാർട്ടിക്ക് വേണ്ടി, അതിലൂടെ ഈ നാടിനു വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട്. അതാ ആ മഹാത്മാവിൻ്റെ ചിരയിൽ ആ തീ പകരുമ്പോൾ ആ തീ മറ്റൊരാവേശമായി, മറ്റൊരു വിപ്ലവ മൂല്യമായി വരും തലമുറകൾക്ക് പകർന്നു നൽകുക കൂടിയാണ് ചുറ്റും കൂടി നിൽക്കുന്ന പ്രിയ സഖാക്കൾ.
നെഞ്ചുപൊട്ടുമാർ ഉച്ചത്തിൽ ആഴത്തിൽ ഹൃദയത്തിൽ നിന്നും ഉയരുന്ന മുദ്രാവാക്യങ്ങളെ സാക്ഷി നിർത്തി പറയട്ടെ, പ്രിയപ്പെട്ട പുഷ്പൻ, നിങ്ങൾ ഈ ലോകത്തിൽ നിന്നും മരിക്കുന്നില്ല. നിങ്ങൾ ഞങ്ങളുടെ ഓർമ്മകളിൽ നിന്നും ഒരു കാലത്തും വിസ്മൃതിയിലേക്ക് പോകുന്നുമില്ല. രക്തസാക്ഷിയുടെ പക്ഷം എന്തെന്ന് നിരന്തരം സംവദിച്ചുകൊണ്ടേയിരുന്ന ഒരു മനുഷ്യൻ ഇതാ രക്തസാക്ഷി കുന്നിലേക്ക് നടന്നെടുക്കുക കൂടിയാണ്. മരണത്തെ തോൽപ്പിച്ച പ്രിയപ്പെട്ട പുഷ്പന് ഇതിലും മനോഹരമായി എങ്ങനെയാണ് ഈ നാട് യാത്രയയപ്പ് നൽകുന്നത്? കൂത്തുപറമ്പിലെ സമരവീര്യത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷി അദ്ദേഹത്തിന്റെ ഇതിഹാസ സമാനമായ ജീവിതത്തിന് ഇവിടെ ഈ നിമിഷം തിരശീല വീഴുക കൂടി ചെയ്യുകയാണ്. പക്ഷേ ആ ജീവിതം മുന്നോട്ട് വെച്ച സമരതീഷ്ണമായ ഉള്ളു പൊള്ളിക്കുന്ന ആ ദിനങ്ങൾ അത് നമ്മുടെ ഓർമ്മകളിൽ നിന്ന് ഇനിയും എത്രയോ തലമുറകളുടെ ഓർമ്മകളിൽ നിന്ന് ഒരു നാളും മായില്ല. അത് ചരിത്രത്തോടും കാലത്തോടും സംവദിച്ചുകൊണ്ടേയിരിക്കും. തലമുറകൾക്ക് വിപ്ലവാവേശവും വിപ്ലവോർജവും പകർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിന് അതിമനോഹരമായ ജീവിത കാലയളവിന് ഇവിടെ ഇപ്പോൾ തിരശീല വീഴുകയാണ്.